ഹലോ അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും നല്ല സുഖമായിട്ട് സേഫായിട്ട് ഇരിക്കുകയെന്ന് വിശ്വസിക്കുന്നത്. അൽഹംദുലില്ലാഹ് നമ്മളും നല്ല സുഖമായിട്ടിരിക്കണം കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വീണ്ടും ഒരു ഹാപ്പി വ്ളോഗായിട്ടാണ്. കുറേ വിശേഷങ്ങൾ ഇതിൽ ഷെയർ ആക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോവാം. ഇന്ന് ഞങ്ങൾ കുറച്ച് നേരത്തെ എണീറ്റാണ് കേട്ടോ, ഞാനും മോനും. സാധാരണ ഇവിടെ എൻ്റെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ നല്ലോണം ലേറ്റായിട്ടാണ് എണീക്കൽ. നിസ്കാരമെല്ലാം കഴിഞ്ഞിട്ട് പിന്നെയും കിടക്കും. അങ്ങനെ കുറച്ച് കഴിഞ്ഞിട്ടൊരു 8:30-9 മണിയൊക്കെ ആയിട്ടാണ് കേട്ടോ എണീറ്റ് വരൽ. കാരണം ഇവിടെ ഞാനും ഉമ്മയും മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ ഇന്ന് ഞങ്ങൾ നേരത്തെ എണീറ്റതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് എയർപോർട്ടിലേക്ക് പോകാനുണ്ട്. ഇന്ന് എൻ്റെ അനിയൻ വരികയാണ് കേട്ടോ. അപ്പോൾ ഓനെ കൂട്ടാൻ വേണ്ടിയിട്ട് പോകണം. ഞാൻ നോയിന് ഇതാ ഈ ഒരു ഡ്രസ്സാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതിങ്ങനെ ഒരു കോഡ് സെറ്റ് പോലത്തതാണ് കേട്ടോ, ഫുൾ സ്ലീവായിട്ട് വരുന്നത്. നല്ല ഭംഗിയുണ്ട്, നല്ല അടിപൊളി മെറ്റീരിയലാണ്. ഞാനിപ്പോൾ നോയിന് അധികം ഡ്രസ്സസ് വാങ്ങുന്നത് കിഡിലെന്ന് പറഞ്ഞിട്ടുള്ളൊരു വെബ്സൈറ്റിൽ നിന്നാണ്. അടിപൊളിയായിട്ടുള്ള കളക്ഷനാണ് കേട്ടോ അവരുടെ അടുത്തുള്ളത്. അതും നമുക്ക് നല്ല അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ. സാധാരണ നമ്മൾ ഷോപ്പിലെല്ലാം പോയി വാങ്ങിക്കുമ്പോഴും ഇങ്ങനെ ഓൺലൈൻ നോക്കുമ്പോഴൊക്കെ നല്ല ക്വാളിറ്റി ഉള്ള സാധനത്തിന് നല്ല റേറ്റും ഉണ്ടാവും. ഇതങ്ങനെയല്ല, ഇത് ഒക്കെ നമുക്കൊരു അഫോർഡബിൾ ആയിട്ടുള്ള ഒരു 500-ൻ്റെ താഴത്താണ് അധികം ഇവരുടെ കളക്ഷൻ വരുന്നത് കേട്ടോ. അപ്പോൾ ഇത് മുന്നേ വാങ്ങിച്ചിട്ടുള്ളത് ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്ത് വെച്ചതാണ്. എനിക്ക് അവരുടെ ആ ഒരു പാക്കേജിങ്ങും കാര്യങ്ങളൊക്കെ ഇഷ്ടമായപ്പോൾ അങ്ങനെ ഞാൻ ഷൂട്ട് ചെയ്ത് വെച്ചതാണ് കേട്ടോ. ഇതിൽ 3 സെറ്റ് ഡ്രസ്സാണ് വരുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു ഹാൻഡ് റിട്ടൺ നോട്ടൊക്കെ ഉണ്ട്. ഇങ്ങനത്തെ നോട്ടൊക്കെ കാണുമ്പോൾ നല്ലൊരു സന്തോഷമാണ്. ഒരാൾ അയാളുടെ അത്രയും ടൈം എടുത്തിട്ടാണല്ലോ നമുക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ എഴുതിയിട്ടുണ്ടാവുക. പിന്നെ ഒരു കൂപ്പൺ കോഡും ഉണ്ട് കേട്ടോ. ഇനി പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഡിസ്കൗണ്ടിന് വേണ്ടിയിട്ട്. കണ്ടില്ലേ, ഭയങ്കര ഭംഗിയായിട്ട് ഇവരിത് പാക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ഞാൻ ഇവനക്കൊരു ട്രൗസറും പിന്നെ ഒരു ടീഷർട്ടും. ഇപ്പോൾ കോഡ് സെറ്റ്സ് നല്ല ട്രെൻഡിങ് ആയതുകൊണ്ട് ഞാനിങ്ങനെ വാങ്ങി നോക്കിയതാണ് കേട്ടോ. ഇത് ട്രൗസറായിട്ട് വരുന്നതാണ്. അപ്പോൾ ഇവരുടെ ഈ മെറ്റീരിയൽ ഉണ്ടല്ലോ, അത് നമ്മളെ കയ്യിൽ വെച്ച് നോക്കിയാൽ തന്നെ മനസ്സിലാവും, അത്രയും സോഫ്റ്റാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അതുകൊണ്ട് ഞാൻ വീണ്ടും പർച്ചേസ് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ ഇത് ഒരു പൈജാമ സെറ്റാണ്. ഇത് 9 to 12 സൈസ് വരുന്നത്. ഇവരുടെ സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ബേബീൻ്റെ സൈസ് അറിയില്ല എന്നുണ്ടെങ്കിലും ജസ്റ്റ് ഇങ്ങനെ മെഷർ ചെയ്ത് നോക്കിയിട്ട് അങ്ങനെ സൈസ് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സംവിധാനം കൂടെ ഉണ്ട് കേട്ടോ. അപ്പം ഇത് ഞാൻ 9 to 12 എടുത്തിട്ടുള്ളത്. അതിനോയിന് നല്ല പെർഫെക്റ്റ് ആയിട്ട് പാകമായി നിൽക്കുന്നുണ്ട്. പിന്നെ ആ ട്രൗസർ സെറ്റും ഫുള്ളായിട്ടുള്ള പാൻറ്റ് വന്നിട്ടുള്ള കോഡ് സെറ്റ് ഉണ്ടല്ലോ, അതൊക്കെ ഞാൻ 6 to 9 കേട്ടോ ചൂസ് ചെയ്യൽ. അങ്ങനത്തേതൊക്കെ എനിക്ക് 6 to 9 പറ്റൽ. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇവരുടെ വെബ്സൈറ്റിൻ്റെ ലിങ്ക് താഴെ കൊടുക്കാം, ഒന്ന് കയറിയിട്ട് ചെക്ക് ചെയ്യുക. എല്ലാവരും ഇതുപോലത്തെ ബേബീസ് ഉള്ളവരെ എല്ലാവരും ഒരിക്കലെങ്കിലും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഒരിക്കൽ വാങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വീണ്ടും വീണ്ടും ഇവരുടെ അടുത്ത് നിന്ന് പർച്ചേസ് ചെയ്യുന്നുള്ള കാര്യം ഷുവറാണ് കേട്ടോ. ഞാൻ തന്നെ ഇപ്പം 2 പ്രാവശ്യമായി ഇവരുടെ കയ്യിൽ നിന്ന് ഇങ്ങനെ ഓർഡർ ചെയ്യുന്നത്. അങ്ങനെ നോയിനൊക്കെ ഡ്രസ്സൊക്കെ ഇട്ട് കൊടുത്ത് റെഡിയാക്കി കുട്ടപ്പനാക്കി ഇരുത്തിയിട്ടുണ്ട്. ഇനിയിപ്പം ഷൂ ഒക്കെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അനീസ്ക. ഇവനക്ക് ഞാനിങ്ങനെ ഫുൾ സ്ലീവ് ഷർട്ടും പാൻറ്റും ഒക്കെ ഇടൽ കുറവാണ് കേട്ടോ. അധികം ട്രൗസർ തന്നെയാണ് ഇട്ട് കൊടുക്കലുള്ളത്. അപ്പോൾ ഇതിട്ടപ്പോൾ നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞാനും ഒക്കെ മാറ്റി നമ്മൾ വേഗം റെഡി ആയിട്ട് ഇറങ്ങാൻ നിൽക്കുകയാണ്. നമ്മൾ മാറ്റിയെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ഓനെ വിളിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായത്. ഓനെ കസിൻ്റെ അടുത്ത് നേരത്തെ വിളിച്ച് പറഞ്ഞിരുന്നു ഓനെ പിക്ക് ചെയ്യാൻ വരണമെന്നുള്ളത്. അങ്ങനെ പിന്നെ ഞങ്ങൾ പോയില്ല. മാറ്റിയൊക്കെ കഴിഞ്ഞതിന് പക്ഷേ ഞങ്ങൾ പോയില്ല കേട്ടോ. പിന്നെ കസിൻ ഓനെ വീട്ടിലേക്ക് കൊണ്ടുവന്നാക്കിയിട്ടുണ്ടെങ്കിൽ അങ്ങനെ മൂത്താപ്പിയും വന്നിരുന്നു ഓനെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നോയിന് ഫസ്റ്റ് സെബിനെ കണ്ടപ്പോൾ ഒരു അന്താളിപ്പൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അങ്ങോട്ട് ശരിയായി. ഇത് സെബി ഇപ്പൊക്ക് വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുള്ള ഫോണേനു. ഇവർ സെബി അനിയും കൂടെ വാങ്ങിച്ചതാണ് കേട്ടോ. ഇപ്പൊക്കുള്ള ഗിഫ്റ്റാണ്. ഇൻഷാല്ലാ ഇനി ഇമ്മ അപ്പൻ്റെ അടുത്തേക്ക് പോകുന്ന സമയത്ത് കൊണ്ടു കൊടുക്കാമല്ലോ എന്ന് പറഞ്ഞിട്ട് ഓന് അങ്ങോട്ടേക്ക് കൊണ്ടുവന്നതാണ് കേട്ടോ. പിന്നെ ഓൻ്റെ പെട്ടി പൊട്ടിക്കുകയാണ്. കുറച്ച് ചോക്ലേറ്റ്സും നട്ട്സും പിന്നെ എന്താ പറയുക കൊടുക്കാനുള്ള സ്പ്രേകൾ, അങ്ങനത്തെ ഐറ്റംസൊക്കെയാണ് കേട്ടോ അവൻ കൊണ്ടുവന്നിട്ടുള്ളത്. പിന്നെ അവൻ്റെ ഫ്രണ്ട്സിൻ്റെ വീട്ടിലേക്ക് കൊടുക്കാനുള്ള വേറെയും കുറച്ച് ഐറ്റംസൊക്കെ ഉണ്ട്. ഇനി ഇപ്പം നമുക്കെല്ലാം ഇവിടെ നാട്ടിൽ കിട്ടുന്നതുകൊണ്ട് ഞാൻ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താ കൊണ്ടുവരേണ്ടത്, മോനക്ക് എന്താ കൊണ്ടുവരേണ്ടതെന്നൊക്കെ. പക്ഷേ നമുക്കെല്ലാം ഇവിടെ കിട്ടുമല്ലോ. പിന്നെ എന്തിനാ അപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് കെട്ടിപ്പേറി കൊണ്ടുവരണേന്ന് വിചാരിച്ചിട്ട് നമ്മളൊന്നും വേണ്ടാന്നേനു കേട്ടോ പറഞ്ഞിട്ടുണ്ടായത്. പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പല്ലിന് പണി കിട്ടിയെന്നൊക്കെ പറഞ്ഞപ്പോൾ കുറച്ച് പേര് ചോദിച്ചിരുന്നു ക്ലിപ്പ് ഇട്ടതാണോ എന്ന്. അല്ല കേട്ടോ, എൻ്റെ വിസ്ഡം ടീത്ത് റിമൂവ് ചെയ്തതാണ്. 2 ടീത്ത് റിമൂവ് ചെയ്തു. അപ്പോൾ അത് നല്ല പെയിൻ ഉണ്ടായിനി. ഇത് എനിക്ക് കഴിക്കാൻ വേണ്ടി കൊണ്ടു തന്ന കിച്ചടിയാണ് കേട്ടോ. എനിക്ക് നോർമൽ ഫുഡൊന്നും കഴിക്കാൻ പറ്റണില്ലേനി. ഏകദേശം ഒരു 4-5 ദിവസത്തോളം നല്ലോണം കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു.
അപ്പം അമ്മ ലഞ്ചിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. രാവിലെ പുട്ടും ബീഫും കേട്ടോ. അങ്ങനെ ബീഫ് കറി കുറച്ച് ബാക്കിയുണ്ട്. പിന്നെ ഇത് മീൻ പൊരിക്കാനുള്ളത്, അയക്കോറ പൊരിക്കാനുള്ളതുണ്ട്. പിന്നെ മത്തി മുളക് ഇട്ടിട്ടുണ്ട്, പയറുപ്പേരി ഉണ്ട്. അങ്ങനെ നാടൻ ഫുഡാണ് കേട്ടോ ആക്കണത്. ഓനിങ്ങനെ സ്ഥിരമായിട്ട് പുറത്തുനിന്നുള്ള ഭക്ഷണമല്ലേ, അപ്പോൾ നമ്മൾ വീട്ടിലത്തെ ഫുഡ് കഴിക്കട്ടെ എന്നും പറഞ്ഞിട്ട് അമ്മ നല്ല നാടൻ ഭക്ഷണം റെഡിയാക്കുന്നുണ്ട്. അപ്പോൾ ഈ ദിവസങ്ങളിൽ ഞാൻ വെറും ജ്യൂസ് മാത്രമേ കേട്ടോ കുടിച്ചിട്ടുണ്ടായത്. അല്ലെങ്കിൽ കിച്ചടി പോലത്തെ അങ്ങനെ ലൂസായിട്ടുള്ള എന്തെങ്കിലും മാത്രമേ എനിക്ക് കഴിക്കാൻ പറ്റുള്ളൂ. ഇതൊക്കെ കാണുമ്പോൾ നല്ല പൂതി ഉണ്ടേനു കഴിക്കാൻ, പക്ഷേ പറ്റൂല, വായ അനക്കാൻ പറ്റാത്ത അവസ്ഥേന്. അങ്ങനെ ഇതിപ്പോൾ ഞാൻ നോയിന് വേണ്ടിയിട്ട് ഫുഡ് ആക്കി കൊടുക്കുകയാണ്. അവനക്കിങ്ങനെ വെച്ച് കൊടുത്താലൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അത് ഫിഷ് മാത്രം എടുത്ത് കഴിക്കും, ചോറൊന്നും കഴിക്കില്ല. അപ്പം ഇങ്ങനെ ഉരുളാക്കി കൊടുത്താലേ കഴിക്കുമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ റെഡിയാക്കി വെച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഞാനിത് ടേബിളിൽ വെക്കുന്ന കണ്ടപ്പോൾ തന്നെ ഓനൊന്ന് വന്ന് നോക്കി ഫുഡാണെന്ന് കണ്ടപ്പോൾ വേഗം അവിടുന്ന് രക്ഷപ്പെട്ടു പോവേനു കേട്ടോ. അങ്ങനെ ഞാൻ പിടിച്ചിരുത്തിക്കുന്നത്. ഇഷ്ടമാണ് ഇങ്ങനെയൊക്കെ വെച്ച് കൊടുക്കുന്നതൊക്കെ കാണാൻ വേണ്ടിയിട്ട്. പക്ഷെ 4 പാടും വലിച്ചെറിയാം. കുറേ പേരിൻ്റെ അടുത്ത് ചോദിക്കലുണ്ട് ഇങ്ങനെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ കുട്ടി കഴിക്കുമോ എന്നുള്ളത്. ഇവനിതിൽ ഈ ഉപ്പേരിയും മീനും മാത്രമേ എടുത്ത് കഴിക്കുള്ളൂ. ബാക്കിയുള്ള ചോറ് പിന്നെ നമ്മൾ ബാക്കിൽ നടന്നിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സോപ്പിട്ട് ഇങ്ങനെ വർത്താനം പറഞ്ഞിട്ടൊക്കെ വേണം കേട്ടോ കൊടുക്കാൻ. എല്ലാവരുടെയും വിചാരം കുട്ടി അങ്ങനെ ചോറൊക്കെ എടുത്ത് കഴിക്കുന്നതാണ്. അങ്ങനെയൊന്നുമല്ല കേട്ടോ. പിന്നെ ഇവൻക്ക് സ്ട്രോളർ വന്നിട്ടുണ്ടേനു, ലവ് ലാപ്പ് എന്നുള്ളത്. ഇത് ലവ് ലാപ്പിൻ്റെ അർബൻ സ്ട്രോളറാണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഒരു ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള സ്ട്രോളറാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇവൻക്ക് ഓൾറെഡി ഉണ്ട് ഒരു സ്ട്രോളർ. അത് ഞാൻ സെയിൽ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇട്ടിട്ടുണ്ടേനു. പക്ഷേ സെയിലായിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് വാങ്ങിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ ലിങ്കും കാര്യങ്ങളൊക്കെ താഴെ കൊടുക്കാം. അതിലൊന്ന് കയറിയിട്ട് മെസ്സേജ് ചെയ്താൽ മതി. എൻ്റെ നോയിൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിലേക്ക് മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനതിൽ റിപ്ലൈ തരാം കേട്ടോ. അപ്പോൾ അത് 5000-നാണ് നമ്മൾ വെച്ചിട്ടുള്ളത് സെയിലാക്കുന്ന. ഒറിജിനൽ പ്രൈസ് വന്നിട്ട് 8800 ഒക്കെയായിരുന്നു. ഞാൻ വാങ്ങിച്ചത് ആ ഒരു പ്രൈസിനേനി. പിന്നെ ഇപ്പം ഏകദേശം ഒരു വർഷമായി, അതുകൊണ്ട് ഞാൻ 5000-നാണ് ഇട്ടിട്ടുള്ളത്. വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതിയേ. പിന്നെ ഈ സ്ട്രോളറും എനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമുക്കിങ്ങനെ ബേബീനെ കിടത്തിയിട്ടൊക്കെ കൊണ്ടുപോകും. അങ്ങനെ 3 സിറ്റിംഗ് പൊസിഷനാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ നല്ല സേഫ്റ്റി ബെൽറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. 5 പോയിൻറ്റ് സേഫ്റ്റി ഉണ്ട്. പിന്നെ ഇതേപോലത്തെ ഒരു എന്താ പറയുക, കുട്ടിക്ക് വെയിലടിക്കാതിരിക്കാനുള്ളൊരു ഷീൽഡും ഉണ്ട്. അങ്ങനെ നല്ല സുഖമുണ്ട് കേട്ടോ. 360 തിരിയുന്ന ടയറാണ്. പിന്നെ ഒരു ബ്രേക്ക് ഉണ്ട്. നമ്മളിപ്പം എവിടെന്നെങ്കിലൊക്കെ ഈ എസ്കലേറ്ററൊക്കെ കയറുന്ന സമയത്ത് ചവിട്ടി നിർത്താനുള്ളൊരു ബ്രേക്ക് ഉണ്ട്. പിന്നെ ഇതൊരു ഹാൻഡിലാണ് കേട്ടോ, അല്ലാതെ മറ്റേ ടൈപ്പ് ഹാൻഡിൽ ഇതിൽ വരുന്നില്ല. അപ്പോൾ ഇത് ബേബിൻ്റെ ഇതിനനുസരിച്ച് നമുക്ക് വെച്ച് കൊടുക്കാം. പിന്നെ ഇത് ഫോൾഡ് ചെയ്യൽ ഇങ്ങനെയാണ്. ഈ ഒരു ബട്ടൺ ഇങ്ങോട്ടാക്കുക, പിന്നെ അത് അങ്ങോട്ട് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നല്ല പോലെ ഇങ്ങനെ ഫോൾഡായിട്ട് ചെറുതായിട്ട് വരുന്നുണ്ട്. പിന്നത്തെ ഒരു പ്രശ്നം, ഹാൻഡിൽ നമുക്ക് ഫ്രണ്ടിൽക്കും ബാക്കിൽക്കും ആക്കാൻ കഴിയില്ല. നോയിൻ്റെത് ചോക്ലേറ്റ് റൈഡാണ് ഓൾറെഡി ഉള്ളത്. അപ്പോൾ അതിൽ നമുക്ക് ഹാൻഡിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആക്കാൻ കഴിയും കേട്ടോ. പിന്നെ ഈ സ്ട്രോളർ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് താഴെ കൊടുക്കാം, ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി. അപ്പോൾ ഇനി ഞങ്ങൾ ഒന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ്. സെബി നല്ല ഉറക്കേനു കേട്ടോ. അങ്ങനെ ഓൻ്റെ ഉറക്കൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ച് ഇപ്പം സ്റ്റുഡിയോയിലേക്കാണ് കേട്ടോ പോണത്. ഓനക്ക് കുറച്ച് ഡ്രസ്സും കാര്യങ്ങളൊക്കെ വാങ്ങിക്കണം എന്ന് പറഞ്ഞപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇറങ്ങുകയാണ്. പിന്നെ ഞാനും വിചാരിച്ച് എനിക്കും കുറച്ചൊന്ന് ഷോപ്പ് ചെയ്യാമെന്ന്. സ്റ്റുഡിയോയിൽ അത്യാവശ്യം നല്ല കളക്ഷൻസ് ഉണ്ടാവലുണ്ട്. ഇന്ന് ഞാനിട്ടിട്ടുള്ള ഈ ടോപ്പ് വന്നിട്ട് റുസ വുമൻസ് സ്റ്റോർ എന്ന് പറഞ്ഞിട്ടുള്ള ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്നാണ് കേട്ടോ. ആ പേജിൻ്റെ ലിങ്കും ഞാൻ താഴെ കൊടുക്കാം, ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പം ഞങ്ങൾ റെഡിയാവുന്ന സമയം കൊണ്ട് സെബി നൈബേഴ്സിനൊക്കെ ഒന്ന് കണ്ട് എല്ലാവരോടും ഒരു ഹായ് പറഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് പോയതേനു കേട്ടോ. നോയിനും കൂടെ കൂട്ടീനി. അങ്ങനെ ഞങ്ങളെല്ലാവരും വണ്ടി കയറിയിട്ടുണ്ട്. ഇനിയിപ്പം സ്റ്റുഡിയോ ഇവിടെ ഞങ്ങൾ തൊട്ടടുത്ത് തന്നെ പരപ്പനങ്ങാടി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അങ്ങോട്ടാണ് പോണത്. അല്ലെങ്കിൽ നമ്മൾ എന്താവശ്യം ഉണ്ടെങ്കിലും ടൗൺ ഭാഗത്തേക്കാണ് കേട്ടോ പോലെ, കോഴിക്കോട് ഭാഗത്തേക്ക്. അപ്പോൾ ഇതിവിടെ പരപ്പനങ്ങാടി തന്നെ തുടങ്ങിയോണ്ട് അങ്ങോട്ടേക്ക് പോകാമെന്ന് വിചാരിച്ച്. അങ്ങനെ ഫസ്റ്റ് എനിക്ക് DDDC പോയിട്ട് കുറച്ച് പാക്കേജസ് കളക്ട് ചെയ്യാനുണ്ടായിരുന്നു, കുറച്ച് കൊറിയർ വന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ആകുമ്പം ഇവർ വീട്ടിലേക്ക് ഡെലിവറി ചെയ്യൂലല്ലോ. അങ്ങനെ പോയി എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ പുതിയതായിട്ടൊരു സ്പെക്സ് വാങ്ങി കേട്ടോ. ഇതിൻ്റെ അടുത്ത് പഴയുള്ള മോഡൽ തന്നെയാണ്. അത് പൊട്ടിച്ചതേനു. അപ്പോൾ ഞാൻ വേറൊരു ടൈപ്പിന് യൂസ് ചെയ്തേനു. അതൊക്കെ അത്ര ഒരു കംഫർട്ടബിൾ അല്ല. അങ്ങനെ ഇത് കണ്ടപ്പോൾ ഞാൻ അതന്നെ ഓർഡർ ചെയ്തതാണ് കേട്ടോ. ഇതെന്തോ എനിക്ക് നല്ല സുഖമാണ് അത് വെച്ച് കഴിഞ്ഞാൽ. അങ്ങനെ സ്റ്റുഡിയോയിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഓരോ ഭാഗത്തും ഓരോ കളക്ഷനാണ് കേട്ടോ എനിക്ക് തോന്നിയിട്ടുള്ളത്. നമ്മൾ ടൗണത്തെ ആ ഒരു സൈഡിലേക്കൊക്കെ പോകുമ്പം കൂടുതലും നമുക്ക് ഈ ജീനിൻ്റെ കൂടെ പെയർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ആ ഒരു ടൈപ്പ് ടോപ്സൊക്കെയാണ് കാണലുള്ളത്. ഇവിടെ ആകുമ്പോൾ നല്ല ഫുൾ ലെങ്ത്തിൽ വരുന്നതുണ്ട്. ഓരോ റീജിയണിനനുസരിച്ചിട്ട് ഓരങ്ങനെ ഇത് മാറ്റുന്നതായിരിക്കും, അറിയില്ല.
അപ്പോൾ ഞങ്ങൾ കുറച്ചൊക്കെ പർച്ചേസ് ചെയ്ത് ഞാനൊരു 2-3 ടോപ്സൊക്കെ വാങ്ങിച്ചിട്ടുണ്ടേനി. എനിക്ക് നല്ല ഇഷ്ടമായതുണ്ടേനു കേട്ടോ. പിന്നെ ഞങ്ങൾ ഒരു കഫേയിൽ കയറിയിട്ട് ജ്യൂസ് എന്തെങ്കിലും കുടിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കയറിയതാണ്. എല്ലാം കൂടെ കഴിഞ്ഞ് വന്നപ്പോൾ സമയം നല്ലോണം ലേറ്റായി, മഗ്‌രിബൊക്കെ ആയിട്ടുണ്ടേനു. പിന്നെ ഇതാ വീട്ടിൽ വന്നിട്ട് രാത്രി നമുക്ക് ചിക്കൻ എന്തെങ്കിലും ആക്കാമെന്ന് വിചാരിച്ചിട്ട് ചിക്കൻ വാങ്ങിച്ചതുണ്ടേനി. അപ്പോൾ അതിൽ ഞാൻ ചിക്കൻ മുഗ്ലായി ആണ് കേട്ടോ ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ ഈ റെസിപ്പീസ് ഞാനിങ്ങനെ ഷോർട്സ് ആയിട്ട് പോസ്റ്റ് ചെയ്യണതാണോ അല്ലെങ്കിൽ ഇതേപോലെ വീഡിയോയിൽ കാണിക്കണതാണോ ഇഷ്ടം എന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇത് ഏകദേശം ഒരു 3/4 കിലോ ചിക്കൻ ഉണ്ടേനി. അപ്പോൾ അതിലേക്ക് ഞാൻ ഓരോ ടേബിൾ സ്പൂൺ വീതം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്തേണ്. പിന്നെ ഒരു ഫുൾ കപ്പ് തൈര് ഇട്ട് കൊടുത്തേണ്. ഒരു 2 സ്പൂണ് മുളക് പൊടി, കുറച്ച് ഉപ്പ്, പിന്നെ ഇത് കസൂരി മേത്തിയാണ് കേട്ടോ. അതിങ്ങനെ കുറച്ച് കയ്യിലെടുത്തിട്ട് ഒന്ന് തിരുമ്മിയിട്ട് ഇട്ട് കൊടുക്കുക. ഇതാണ് ഈ നോർത്ത് ഇന്ത്യൻ ഡിഷസൊക്കെ ഉണ്ടാക്കുമ്പം അതിനൊരു സ്പെഷ്യൽ ടേസ്റ്റ് കൊടുക്കുന്ന സാധനം. പിന്നെ ഞാൻ കുറച്ച് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കി എടുക്കുകയാണ്. ഇനി ഇത് കായം തേച്ചിട്ട് ഇങ്ങനെ ഒരിത്തിരി നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ. പിന്നെ തൈര് ഇത്ര ചേർക്കണമെന്നില്ല, അതിന് പകരമായിട്ട് ഒരു 2 തക്കാളി ഇട്ട് കൊടുത്താൽ മതി. ഇപ്പോഴല്ല, ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് തൈര് കുറച്ചാണ് ഉള്ളതെന്നുണ്ടെങ്കിൽ പ്രശ്നമില്ല, ഇതിന് പകരമായിട്ട് തക്കാളി ചേർത്താൽ മതി. അങ്ങനെ ഇത് മാരിനേറ്റ് ചെയ്തിട്ട് അങ്ങനെ വെച്ചിരുന്നു കേട്ടോ. ഇനി നമുക്ക് കുറച്ച് സ്പൈസസൊക്കെ ഒന്ന് വറുത്ത് പൊടിച്ചെടുക്കാനുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം 2 സ്പൂണ് പെരിഞ്ജീരകമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് ടീസ്പൂണാണ് കേട്ടോ. ആ അളവിൽ പെരിഞ്ജീരകം ചേർത്ത് കൊടുക്കുക. പിന്നെ ഇത് നല്ല ജീരകമാണ്, ചെറിയ ജീരകം, അതും ഞാൻ ഒരു സ്പൂണ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്, 1 ടീസ്പൂണ്. പിന്നെ ഒരു 5-6 ഏലക്കായ ഇട്ട് കൊടുത്തിന്, ഒരു കുഞ്ഞ് പീസ് പട്ട ഇട്ടിന്. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഡ്രൈ റോസ്റ്റ് ആക്കിയിട്ട് ഇങ്ങനെ എടുക്കാം, ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. പിന്നെ അവസാനമായിട്ട് കുറച്ച് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക. ശരിക്കും മല്ലി അങ്ങനെ ഹോളായിട്ടുണ്ടെങ്കിൽ അതാണ് കേട്ടോ ചേർക്കേണ്ടത്. എൻ്റെ അടുത്ത് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ പൊടി ചേർത്തിട്ടുള്ളത്. അതൊരു 1.5 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിന്. ഇനി ഇത് ഒരു മിക്സിൻ്റെ ജാറിലേക്ക് മാറ്റിയിട്ട് നല്ല പോലെ ഒന്ന് പൊടിച്ചെടുക്കാം. നല്ല പൊടിയായിട്ട് കിട്ടീന് കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ ഒരു പച്ചമുളകും പിന്നെ ഒരു വലിയ ഉള്ളി ഇങ്ങനെ വെറുതെ അങ്ങനെ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് അരച്ചിട്ട് ഒരു പേസ്റ്റായിട്ട് അങ്ങനെ മാറ്റി വെക്കണം. പിന്നെ നമ്മൾ ചിക്കൻ കുക്കായി കഴിഞ്ഞിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇനി ചിക്കൻ വേവിച്ചെടുക്കാൻ വേണ്ടി ഞാൻ ആദ്യം ഈ സെയിം പാനിൽ തന്നെ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഓയിലോ അല്ലെങ്കിൽ ഇത്തിരി നെയ്യോ യൂസ് ചെയ്യുന്നതാണ് കേട്ടോ നല്ലത്, ഒരു സ്പെഷ്യൽ ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ നമുക്ക് കുറച്ച് ഉള്ളി നല്ല നൈസായിട്ട് മുറിച്ചിട്ട് അതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഉള്ളി ഒന്ന് കാരമലൈസ് ആക്കിയെടുക്കണം, അതിൻ്റെ കളറൊന്നിങ്ങനെ ഒരു ഇത്തിരി ബ്രൗൺ ആയിട്ട് വരണം, എന്നാലാണ് ഇതിന് ഭയങ്കര ഒരു ടേസ്റ്റ് വരിക. അപ്പോൾ ചിക്കൻ മുഗ്ലായി വേറെയും രീതിക്കൊക്കെ ഉണ്ടാക്കുന്നത് കണ്ടിന് കേട്ടോ. ഇത് ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്, എനിക്ക് നല്ല ഇഷ്ടമായിനോ. അങ്ങനെ ഇനി നമ്മൾ കായം തേച്ച് വെച്ചിട്ടുള്ള ചിക്കൻ ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ഫുൾ മസാലയും അതിന് വെള്ളം ഇങ്ങനെ ഇറങ്ങി വരും. അപ്പോൾ അത് മൊത്തത്തിലായിട്ട് ഇട്ട് കൊടുക്കുക. ഫുള്ളായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് ചിക്കൻ നല്ല പോലെ വേവിച്ചെടുക്കണം. അപ്പോൾ ഇത് ഒരു സിമ്മിലിട്ടിട്ട് ഒന്ന് അടച്ച് വെച്ചാൽ മതി. അതിനൊരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് ഒന്ന് തുറന്ന് നോക്കുക, എന്നിട്ട് ഒന്ന് ഇളക്കിയിട്ട് വീണ്ടും അടച്ച് വെക്കുക. അങ്ങനെ ആയിട്ട് ചെയ്യുക. അപ്പോൾ അത് വെന്ത് വന്നപ്പോൾ കുറച്ചൊരു കളർ കുറവുള്ള പോലെ തോന്നി, അതുകൊണ്ട് ഞാനൊരു ഇത്തിരിയും കൂടെ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള മസാല ഉണ്ടല്ലോ, അത് മുഴുവനായിട്ടും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഫുള്ളായിട്ട് ചേർത്തിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. ഇത് ചിക്കൻ ഒരു 90% കുക്കായി കഴിഞ്ഞാലാണ് കേട്ടോ ഈ മസാല ചേർക്കേണ്ടത്. അങ്ങനെ ഫുള്ളായിട്ട് ഇളക്കിയിട്ട് വീണ്ടും നമുക്കിത് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. പിന്നെ ഈ ഒരു സമയം ഞാൻ കുറച്ച് ആൽമണ്ട്സും കാഷ്യൂ നട്ട്സും ഇങ്ങനെ വെള്ളത്തിലിട്ട് വെച്ചതേനു, ഒന്ന് സോക്കായി വരാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അതിൽ നമ്മൾ ഇത്തിരി പാലും കൂടെ ഒഴിച്ചിട്ട് ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം. സാധാ പശുവും പാലാണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഇനി ഇതും കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട്. അപ്പം അതിന് മുന്നായിട്ട് ഇത് വെന്ത് വരുന്ന സമയത്തുണ്ടല്ലോ ഓയിൽ അതിൽ നിന്ന് ഇങ്ങനെ റിലീസായിട്ട് വരും. അപ്പം എക്സസ് ആയിട്ട് ഓയിൽ വേണ്ടാന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഒഴിവാക്കാം. അത് ഒഴിവാക്കുന്നതാണ് നല്ലത്, കുറച്ചും കൂടെ ഹെൽത്തി ആയിട്ടുള്ളത് ഒഴിവാക്കുമ്പോഴാണ്. അല്ലെങ്കിൽ അങ്ങനെ കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക് ഓയിലായി തന്നെ വെക്കാം കേട്ടോ. പിന്നെ ഞാനൊരു 2-3 സ്പൂണൊക്കെ ഓയിൽ അതിൽ നിന്ന് എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി അണ്ടിപ്പരിപ്പും ആൽമണ്ടും കൂടെ അരച്ച് വെച്ചതുണ്ടല്ലോ, അതും കൂടെ ഇതിലേക്ക് ചേർത്തിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ആക്കിയിട്ട് ഒരു ഇത്തിരി സമയം കൂടെ ഒന്ന് വേവിക്കട്ടോ. ഇത് ചേർത്തിട്ട് അങ്ങനെ കുറേ നേരം വേവിക്കണമെന്നില്ല, ജസ്റ്റ് ഒന്നിങ്ങനെ എന്താ പറയുക, അതിൽ നിന്ന് തിള പൊട്ടി വരുമല്ലോ, ആ ഒരു സമയമായാൽ മതി. ഇനി അവസാനം നമുക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ഇതിലേക്ക് മുറിച്ചിട്ട് കൊടുക്കാം. മല്ലിയിലും കൂടെ വരുമ്പോഴാണ് ഇതിൻ്റെ ടേസ്റ്റ് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുന്നത്. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ കസൂരി മേത്തി മേലെ ഇട്ട് കൊടുക്കാം കേട്ടോ, ഞാൻ ചെയ്തിട്ടില്ല.
അപ്പോൾ ഇതാ നമ്മളെ ചിക്കൻ മുഗളായി നല്ല അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് ഞങ്ങൾ പൊറാട്ടയും കൂട്ടിയിട്ടേനു കേട്ടോ കഴിച്ചിട്ടുണ്ടായത്. പൊറാട്ടൻ്റെ കൂടെയും നാനിൻ്റെ കൂടെയും പിന്നെ നെയ്ച്ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. നല്ല രസമുണ്ടേനു, ഒരു വേറെ തന്നെ ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. പിന്നെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയാണുള്ളത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പ്രീവിയസ് വീഡിയോസൊക്കെ കാണുക. ഇനിയും ഇതുപോലത്തെ വീഡിയോസിനായിട്ട് മിസ്സസ് മലബാറിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.